കമ്പാരിറ്റീവ്ലി മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ റേഷ്യോ ആണ് കൂടുതൽ. പെൺകുട്ടികൾ വളരെ കുറവാണ് ഇൻഡസ്ട്രിയിലേക്ക്. ഒന്ന് അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഹാവ് യു ഫെൽറ്റ് ഈ ഒരു കരിയറിലുടനീളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓൺലി ബിക്കോസ് യു ആർ എ വുമൺ ഇങ്ങനൊരു ലിമിറ്റേഷൻ എനിക്ക് വന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ലിമിറ്റേഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഷിപ്പിങ്ങിൽ നിന്ന് വന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഗ്രോ ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വെൻ വി സ്റ്റാർട്ടഡ് അവർ ഇൻഡസ്ട്രിയിൽ വളരെയധികം ലേഡീസ് കുറവായിരുന്നു. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഒരു ചാലഞ്ചായിട്ട് അതൊരു ലോജിസ്റ്റിക്സിൽ എനിക്കൊരിക്കലും, ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരിയർ ബിഗിൻ ചെയ്യുന്നത് തന്നെ അന്നത്തെ ലോജിസ്റ്റിക്സിലാണ്. ശരിയാണ്, ഒരു മെയിൽ ഡോമിനേറ്റഡ് ഏരിയയിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഒരു വുമൺ ആയിക്കൊണ്ട് വെയർ ഹൗസിലേക്ക് കയറി ചെല്ലുമ്പം വി ഹാവ് ഫേസ് ലോട്ട് ഓഫ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കരിയർ ഗ്രോത്തിനെ ഹാം ചെയ്തതായിട്ട് എടുത്തിട്ടില്ല. അത് പല വെൻ വി ഹാഡ് അതർ ടീം മെമ്പേഴ്സ് ഹു ആർ മെൻ, അവർ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരിക്കലും അങ്ങനൊരു ഇത് തോന്നിയിട്ടില്ല. അതേസമയം ലേഡീസ് കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആസ് വെൻ വി ഗോ അപ്പ് ദ ലാഡർ, നമ്മൾ കയറി കരിയറിൽ പോകുമ്പോൾ പോലും ലേഡീസ് കുറവാണ്. പക്ഷെ സിനാരിയോ ഇന്ന് മാറി. ഇന്ന് വളരെയധികം പ്രോ ലേഡീസാണ്, വിമനാണ്. ദർ ആർ ലോട്ട് ഓഫ് അതിൽ ലേഡീസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പോലും അതിന് വേണ്ടുന്നതായിട്ടുള്ള റെക്കമെൻഡേഷൻസും സപ്പോർട്ടും ഈ ഇൻഡസ്ട്രി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ലേഡീസും വരണം. വിമൻ ഓൾസോ ഷുഡ് കം ഇൻ ടു ദ ഇൻഡസ്ട്രി ബിക്കോസ് ദിസ് ആക്ച്വലി വർക്ക്സ് ഓൺ ലോജിക്. And I always believe that we can do better way in logic, in developing the logic and having a better planning done, which can be more systematic. എന്നോട് ചോദിച്ചുകൊണ്ട് ഇരുന്നുള്ള ഡീറ്റെയിലിംഗ് വർക്ക്, അങ്ങനെയുള്ള വർക്കിൽ എപ്പോഴും വിമൻ ഹാവ് എ വെരി ഗുഡ് talent to do it. So I think women should use that and come ahead and plan logistics in such a way that will be more effective and optimize it to the fullest so that it will benefit the customer.